ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ SITക്ക് കൈമാറിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് കൈമാറിയത്. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കരദാസിനെ ആശുപത്രി മാറ്റണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകും. കൊടിമര പുനഃപ്രതിഷ്ഠ വിവാദത്തിൽ കേസെടുക്കുന്ന കാര്യവും കൂടി പരിഗണനയിലാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അനന്തൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും ഒക്കെ തിട്ടപ്പെടുത്തുന്ന റിപ്പോർട്ട് കോടതി വഴിയായി ഇപ്പോൾ SITയുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയണം, അത് പ്രധാനമാണ്. മറ്റ് തീരുമാനങ്ങൾ അത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്തെല്ലാമായിരിക്കും ഇന്നത്തെ ദിവസം നിർണായകമാകുന്നത്? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് VSC സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം, അതിൽ എന്താണ് VSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ കണ്ടെത്തിയിരിക്കുന്നത്, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ എന്താണ് 2 മാസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്, അതാണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം. ആ റിപ്പോർട്ട് ഇന്നലെയാണ് VSC ഔദ്യോഗികമായി കൊല്ലം വിജിലൻസ് കോടതിക്ക്, ഈ കേസ് പരിഗണിക്കുന്ന കോടതിക്ക് കൈമാറിയത്. കൊല്ലം വിജിലൻസ് കോടതി അത് SITക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. SIT സംഘത്തലവനാണ് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. SIT ആ റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. അത് ഇന്നലെ സീൽഡ് കവറിലാണ് അത് കോടതിക്ക് കൈമാറിയത്. കോടതി അത് പരിശോധിച്ച ശേഷമാണ് SITക്ക് കൈമാറിയിരിക്കുന്നത്. അതിലെ വിവരങ്ങൾ കോടതിക്കും ഒപ്പം തന്നെ SITക്കും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ എന്താണ് ഉള്ളടക്കം എന്നുള്ളത് വലിയ ആകാംക്ഷയാണ്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ വഴിത്തിരിവിന് കാരണമാകുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണത്. 2 കാര്യങ്ങളാണ് പ്രധാനമായും എല്ലാവരും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത്. അത് ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ 1998 എത്രമാത്രം സ്വർണം ക്ലാഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പാളികളിൽ എത്രമാത്രം സ്വർണം ക്ലാഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എങ്ങനെയാണ്, എത്ര ലെയറാണ് സ്വർണം ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല, 2019 ശബരിമല സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന പാളികൾ അത് തന്നെയാണോ 2025 വീണ്ടും അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 98 ക്ലാഡ് ചെയ്ത് വെച്ചിരുന്ന ചെമ്പുപാളി തന്നെയാണോ ഇപ്പോഴും സ്വർണം പൂശിയ നിലയിൽ അവിടെയുള്ളത് എന്നുള്ളതാണ് അതിനകത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാഗം. അത് 98 അതേ പാളിയല്ല എന്ന് വരികയാണെങ്കിൽ അതിൽ ഒരു കാര്യം ഉറപ്പിക്കാം, യഥാർത്ഥ പാളി തട്ടിയെടുത്തുകൊണ്ടുപോയി മറിച്ചു വിറ്റു എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന വിശദാംശമാണോ ആ VSCയുടെ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ VSCയുടെ റിപ്പോർട്ട് SIT പരിശോധിക്കുകയാണ്. ആ പരിശോധന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിങ്കളാഴ്ച അവർ കോടതിയിൽ SIT സമഗ്രമായ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പോൾ ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കൃത്യമായി ഈ VSC എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വരികയും ചെയ്യും. അതിനൊപ്പം തന്നെ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ചില നടപടികൾ കൂടിയുണ്ട്. അത് ആ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്ന ശങ്കരദാസ്, മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയും ആശുപത്രി മാറ്റവും സംബന്ധിച്ചാണ് ഇന്നലെ പൂജപ്പുര ജയിലിലെ ആരോഗ്യ വിഭാഗം അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിനുശേഷം